നമുക്ക് ഡിവൈൻ ഗൈഡൻസ്, ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് നാളായി ഡിവൈൻ ഗൈഡൻസ് എടുത്തിട്ട്. ദിസ് കുഡ് ബി ദ വൺ. യു ഹവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങളിപ്പോൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി, നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി തന്നെ ആയിരിക്കണം നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർ എന്ന് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മൈ ഡിഫർ ഫ്രം ദി യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. നിങ്ങളിപ്പോൾ ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്, അപ്പോൾ ആ വ്യക്തി ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറയുകയാണ്, ഡിവൈൻ പറയുകയാണ് കേട്ടോ. അലൗ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എൻജോയ് ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. അതാണ്, പരസ്പരം വളരെയധികം അട്രാക്ഷനും സ്നേഹവും നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അതായത് ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയാകും. നിങ്ങളുടെ പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ, പുതിയ ലവ് അവരുടെ ലൈഫിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. റൊമാൻറ്റിക് ഫീലിങ്സ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫ് എൻജോയ് ചെയ്യൂ. എന്താ പറയുക, ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ നിങ്ങളെ ആ സ്നേഹത്തിലേക്ക് അഴിച്ചു വിട്ടോളാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അത് പറഞ്ഞിട്ട് എന്താ പറയുക, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസും ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് സ്വയം എത്തിക്കരുത് എന്നും പറയുന്നുണ്ട്. നിങ്ങളെയും സ്നേഹിക്കുക. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് മറന്നു പോകരുത് എന്ന് തന്നെ ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ്സ് ടു ഈച്ച് അതർ, യുവർ ബോണ്ട് ഡീപ്പൻസ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം സംസാരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. എല്ലാം ഉള്ളിൽ വെച്ചിട്ട് എന്താ പറയുക, ഒന്നും ഓപ്പൺ അപ്പ് ആവാതെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പരസ്പരം സംസാരിക്കുക ഒരുപാടെന്ന് പറയുകയാണ് കേട്ടോ. ദി സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെത്ത്. വിശ്വാസം കീപ്പ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. പലർക്കും അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എൻഗേജ്മെൻറ്റ് പ്രപ്പോസൽ വരാനുള്ള സാഹചര്യവും ഉള്ളതായിട്ട് ഡിവൈൻ പറയുന്നു.